വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വേട്ടയൻ്റെ പുതിയ പ്രിവ്യൂ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ട്രെയിലർ നമുക്കിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ അതിനു മുമ്പ് ആ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചില വിശേഷങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ട്രെയിലറിൽ രജനിക്ക് SP എൻകൗണ്ടർ എന്ന ഒരു റോളാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേര് ക്രിമിനലുകളൊക്കെ നിഷ്ക്രൂരം കൊല്ലുന്ന എൻകൗണ്ടറായിട്ടാണ് ഈ സിനിമയിൽ റോള് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത ഒരാളും ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഹിന്ദിയുടെ അഭിമാന താരം, ഹിന്ദിയുടെ സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചനാണ്. അദ്ദേഹത്തിന് അത് ട്രെയിലറിൽ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹവും എന്തോ ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളിൽ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അമിതാഭ് ബച്ചൻ രജനീനെ ട്രെയിലറിൽ ഇങ്ങനെ ഒരുമാതിരിക്ക് നോക്കുന്നുണ്ട്. അതേപോലെ രജനിയും ഒരു കള്ള ലക്ഷണത്തോടെയാണ് അമിതാഭ് ബച്ചൻ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഇതിൽ ക്രാഷ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നല്ല വേഷമായിരിക്കും അമിതാഭ് ബച്ചനും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ മലയാളി താരങ്ങളായ ഫഹദ് ഫാസിൽ, മഞ്ജു വാര്യർ, ഇവരെ കൂടാതെ മറ്റൊരു താരം കൂടി ഇതിൽ ട്രെയിലറിൽ കാണുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സാബു മോനാണ്, തരികിട സാബുവാണ്. അപ്പോൾ അങ്ങേരെ ഈ ട്രെയിലറിൽ ഈ ഒരു കോലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ആളെ കണ്ടില്ലേ, ഒരു കറുത്ത ബനിയനൊക്കെ ഇട്ടിട്ട് ഒരുമാതിരിക്ക് ആളിതിൽ വില്ലൻ്റെ റോളിലാണ്. അതിൽ ഡയലോഗൊക്കെ ട്രെയിലറിൽ കാണുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത്, ജയിലർ സിനിമയിൽ നമ്മുടെ വിനായകനാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ അഭിനയത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. അങ്ങേര് മലയാളത്തിന് ആ സിനിമയിൽ ഒരു അഭിമാനമായിട്ട് നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റോളായിരിക്കുമോ സാബുമോന് എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു റോളായാൽ മതിയായിരുന്നു. പക്ഷെ സാബുമോൻ സാധാരണയായിട്ട് മലയാള സിനിമകളിൽ ആദ്യം ഒരു വില്ലൻ, ഭയങ്കരനായ ഒരു വില്ലനെ പോലെ വരും, പിന്നെ അവസാനം കോമഡി പീസായിട്ട് മാറും ആ സിനിമയിൽ. അങ്ങനെയാണല്ലോ പതിവ്. ഇപ്പോൾ അയ്യപ്പനും കോശിയും, ജല്ലിക്കെട്ട്, അങ്ങനെ എത്ര സിനിമകളിൽ അങ്ങനെ അഭിനയിച്ചിരിക്കുന്നു. അതിലൊക്കെ തന്നെ ആദ്യം വില്ലനെ പോലെ വന്നിട്ട് പിന്നെ കോമഡി പീസായിട്ട് മാറാറാണ് പതിവ്. പക്ഷേ ഇതിൽ അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം തമിഴിൽ പോയിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു അഭിമാനം അങ്ങേര് കാക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും അങ്ങേര് നല്ല രീതിയിൽ അതിൽ അഭിനയം ഉണ്ടെന്നുള്ളത് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫഹദ് ഫാസിൽ, അങ്ങേരുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അങ്ങേര് ഒരു എനർജറ്റിക് ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റോള് തന്നെ ആയിരിക്കും അങ്ങേർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അങ്ങേര് സ്വീകരിക്കുകയും ചെയ്യുമല്ലോ, ചെയ്യുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. പൊതുവേ ഇപ്പം തമിഴിൽ മാനവൻ സിനിമയിലൊക്കെ അങ്ങേര് നല്ല റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മലയാളത്തിൽ ആവേശത്തിൽ അങ്ങേര് ഗംഭീരമായിട്ട് ലോകം മുഴുവൻ ഞെട്ടിച്ച ഒരു നടനാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നല്ലൊരു റോൾ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മഞ്ജു വാര്യർ, ലേഡി സൂപ്പർ സ്റ്റാർ, അവരുടെ ആ മനസ്സിലായോ സോങ് അടുത്ത് വേട്ടയിലെ ഇറങ്ങിയിരുന്നല്ലോ, അതിൽ അവർ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിൽ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇതിൽ ട്രെയിലറിൽ അങ്ങനെ അവരെ മുഖം കാണിക്കുന്നേ ഉള്ളൂ, അഭിനയമൊന്നും കാണിക്കുന്നില്ല. അഭിനയം ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. എന്തായാലും പാട്ടിൽ അവർ ഹിറ്റായിട്ടുണ്ട്, അതുപോലെ അഭിനയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ 3 മലയാളി താരങ്ങളും നമ്മുടെ അഭിമാനം അവിടെ കാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. എൻകൗണ്ടർ ആണ് രജനി. இந்த நாட்டில் லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும்போது இவங்கள மட்டும் அடையாளம் தெரியுது. அமிதாப் பச்சன் மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸை தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. புதுசா ஒரு பணி எடுக்க முடியல, ஒரு பொருளை கைமாத்த கூப்பிட்டா ஒரு பேர் வர மாட்டேங்க. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு யமன் வந்திருக்காங்களா? എസ്പി എന്ന പേരിൽ യമനാന്നാ രജനിയെ പറയുന്നു. நம்ம ஊரில் 4 பப்ளிக்கை கொலை பண்ண அந்த எஸ்பியை ட்ரான்ஸ்ஃபர் அடிப்பானுல்ல. സാബുമോൻ എന്തവസ്ഥയാണോ, കാത്തിരിക്കാം. സൂപ്പർ സ്റ്റാർ തന്നെ ഈ പ്രായത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. 50 കൊല്ലമായി. റാണ ദഗ്ഗുബട്ടി, ദുഷറ വിജയൻ, ഫഹദ് ഫാസിൽ, അഭിരാമി, മഞ്ജു വാര്യർ, രോഹിണി, അമിതാഭ് ബച്ചൻ ഇഷ്ടാവുന്നില്ല, അതാ പറയുന്നത്. അനിരുദ്ധിന്റെ ഗംഭീര മ്യൂസിക് ഉണ്ട് കേട്ടോ. குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்லை, இனிமே இந்த மாதிரி குற்றம் நடக்கக்கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கைகள். ആക്ഷൻ നന്നായിട്ടുണ്ട്.
അമിതാഭ് ബച്ചൻ നോക്കുന്നുണ്ടോ? രജനിയും തന്നെ, രണ്ടുപേരും ക്രാഷ് ആവും ഇതിൽ. ഒക്ടോബർ 10 ഈ സിനിമ ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമ ആദ്യത്തെ ഷോ തന്നെ കാണുന്നതാണ്. എന്നിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്ത് ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ. സത്യസന്ധമായ റിവ്യൂ ആയിരിക്കും ഞങ്ങളുടേത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.